ഹലോ, നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഫുഡ് ട്രൈ ചെയ്ത് നോക്കിയാലോ. നമ്മുടെ കൊച്ചിക്കാർക്ക് എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ഡിഷസ് ആണ് പോർക്ക് എന്തായാലും ബീഫ് എന്തായാലും. അതിന്റെ കൂടെ കുറച്ച് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പെഷ്യൽ വേണം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പോത്ത് വറുത്തരച്ച പോർക്ക് പെരട്ടുണ്ട് ബീഫ് എന്തായാലും കറിയെടുത്ത പറ്റി എന്തോ പറഞ്ഞില്ല. എന്താ പറയാ, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, നോർമലി കൊച്ചിയില് വിന്താലു എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഡിഷ് അല്ല. പക്ഷെ ചില വീട്ടില് വെക്കുമ്പോ ഭയങ്കര ഡിഫറെന്റ് ആ മസാല, സ്മെല്ല് ഡിഫറെന്റ് ആ. അപ്പൊ ഇവിടെ വന്നപ്പോ കറക്റ്റ് ആയിട്ട് വീട്ടിൽ വെക്കണമെന്ന് തന്നെ കിട്ടി. നമുക്കിവിടെ എന്തൊക്കെയാണ് കഴിക്കാൻ വേണ്ടി സൈഡ് ഡിഷ് ആയിട്ടുള്ള? വെള്ളപ്പം, നൈസ് പത്തിരി, പൊറോട്ട ഉണ്ടാവും. ഞാനിപ്പോ പോർക്ക് ട്രൈ ചെയ്തു, നമുക്ക് പോട്ടി കൂടി ട്രൈ ചെയ്തു. തേങ്ങ അരച്ചതിന്റെ ടേസ്റ്റ് ഒക്കെ ശരിക്കും കിട്ടണം കേട്ടോ. ഇതിലെങ്ങനെയുണ്ട് ഫുഡ്? നമുക്ക് എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും സാധനം കൊടുക്കാൻ പറ്റുന്നത്? അതുകൊണ്ട് നമുക്ക് മീൻസ് നമ്മൾ എടുക്കുന്നതെല്ലാം കുറച്ചായി ക്വാണ്ടിറ്റി നമ്മൾ സാധനം എടുക്കുന്നത്. കാരണം ഓവറായിട്ട് ബൾക്ക് ചെയ്തായിട്ടുള്ള എടുക്കുന്നത്. ഓക്കെ, ഡെയിലി ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് നമ്മൾ അതിനോട് രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. കാരണം കുറെ പേര് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ചെറിയ വിലക്കൊക്കെ എടുക്കും. നമ്മ അങ്ങനെയല്ല ചെയ്യണം, നമ്മളുടേതായ ഒരു രീതിയിൽ ആ ക്വാളിറ്റി കീപ്പ് ചെയ്തോണ്ട്. നമ്മളെ കൊച്ചിക്കാരാണ് ഓബിയസ്ലി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും. അപ്പൊ എന്റെ വീട്ടില് മമ്മി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് നല്ല എരിവിട്ടുള്ള നമ്മൾ ഉണ്ടാവുക തന്നെയാണ്. നമുക്ക് രാവിലെ പ്രിപ്പയർ സംഭവത്തിന്റെ നമ്മുടെ ഇവിടുത്തെ ഇത്രയും സൂപ്പർ ആയിട്ട് ഫുഡ് ഉണ്ടാക്കി തന്ന നമ്മുടെ ഷെഫാണ് കൂടെ ഉള്ള. ബ്രോ, എന്താണ് പറയാനുള്ളത്? ഫുഡ് കഴിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. സോ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ലൈക്ക് കിച്ചൺ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വന്നത്. സോ ഇത് കൂടുതൽ പാഷനാണ്. നാടൻ ഫുഡ് എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കും. അതെ അതെ. അപ്പൊ അങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇത് ശരിക്കും എന്തുകൊണ്ട് തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റ്. റെസിപ്പീസ് ഒക്കെ എല്ലാം മെയിൻ ആയിട്ട് ആന്റിയാണ്. അപ്പൊ ആന്റി ഫോളോ ചെയ്തുകൊണ്ട് എന്തായാലും റെസിപ്പീസാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ലൈക്ക് പിന്നെ അല്ലാണ്ട് എനിക്ക് ആ പാഷൻ കൊണ്ട് ഞാൻ ഓരോ പുതിയ ട്രൈ ചെയ്യുന്നു. സക്സസ് ആയിട്ടുണ്ടോ? അടിപൊളിയായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ ഷോയിൽ ഇടുന്നുണ്ട്. മെയിൻ ആയിട്ട് ചിക്കൻ ആണെങ്കിലും ചിക്കൻ ഐറ്റംസ് ഉണ്ട്, ചിക്കൻ ഐറ്റംസ് കൊണ്ടാട്ടം ഉണ്ട്. പിന്നെ നാടനായിട്ട് ലൈക്ക് നമ്മുടെ ഇടിച്ചമുളക് വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ട്, വറ്റൽ മുളക് പെരട്ടെന്നും പറഞ്ഞു. അതൊക്കെ നമ്മുടെ അത്യാവശ്യം സിഗ്നേച്ചർ ഐറ്റമാണ്. ലൈക്ക് നമ്മ ഡെയിലി സെയിം കറി റിപ്പീറ്റ് ചെയ്യൂല. അതുപോലെ ഇങ്ങനെ മാറി മാറി എന്തായാലും ഡെയിലി ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ബാക്കി ചിക്കൻ്റെ ആണെങ്കിലും പോക്കിന്റെ ആയിട്ടാണെങ്കിലും ഡെയിലി ഡിഷസ് മാറിക്കൊണ്ടിരിക്കും. വേറെ ലൈക്ക് ഈ അടയാളം എന്ന് പറഞ്ഞ സംഭവം എന്താണ്? അടയാളം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ലൈക്ക് ഞാനൊരു ഇങ്ങനെ കൗപ്പിച്ച് തുടങ്ങുമ്പോ എന്ത് പേരിടോന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ ആയി വന്നപ്പോ ഞാൻ വിചാരിച്ചത് കൊച്ചിയുടെ ഒരു അടയാളം ആവാന്ന് വിചാരിച്ചു. ഓക്കെ, അടയാളം എന്നൊരു നെയിം അങ്ങനെ വന്നത്. അപ്പൊ ഞാൻ ടാഗ് ലൈൻ നോക്കാനാണെങ്കിലും നാടൻ രുചിയുടെ അടയാളം, മനസ്സിലായി. അപ്പൊ അടയാളം എന്നുള്ള നെയിം ഞാൻ അങ്ങനെ ആക്കി. ഇത് എനിക്ക് ഇതിങ്ങനെ ഒരു ക്ലൗഡ് കിച്ചൺ മാത്രമായിട്ട് ഒതുക്കാനല്ല, എനിക്ക് ഇതിന്റെ ഒരു റെസ്റ്റോറന്റ് പോലെ തുടങ്ങണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതേപോലെ തന്നെ അടയാളം മീഡിയ എന്നും പറഞ്ഞ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉണ്ടല്ലേ. പിന്നെ അത് കൂടാണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ അടയാളം ട്രാവൽസ്, പിന്നെ അടയാളം സ്റ്റേക്കേഷൻസ്, അങ്ങനത്തെ കുറച്ച് ഒരു ഫ്യൂച്ചർ ഇൻസൈറ്റ്സ് കുറച്ചുണ്ട്. ഒരു 5 പുതിയ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ പ്ലാൻ ചെയ്തേക്കണം. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ കിച്ചൺ തുടങ്ങിയത്. അതിനുശേഷം ഇപ്പൊ ഞങ്ങൾ മീഡിയം തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് പോണ്, സെറ്റ് ആക്കി എടുക്കണം. അതൊരു മൈൻഡ് സെറ്റിൽ അങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, നമുക്ക് മെയിൻ ആയിട്ട് ടേക്ക് അവേ ആണ് വരുന്നത്. 3 കിലോമീറ്റർ റേഡിയസിൽ ഫ്രീ ഹോം ഡെലിവറി ഉണ്ട്. അടയാളം കിച്ചൺ ഇസ് ഓൾസോ അവൈലബിൾ ഓൺ സൊമാറ്റോ. അപ്പോൾ ഇവരുടെ ഷോപ്പ് ടൈമിങ്സ് വരുന്നത് വൈകിട്ട് 5:30 മുതൽ രാത്രി 12 വരെയാണ്. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.